മുത്തുമണികളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് ചക്കയും കഞ്ഞിയും കുടിക്കാൻ സ്വാഗതം കേട്ടോ. നല്ല പഴുക്കാനായതാ, നല്ല മൂത്ത ചക്കയാണ് ഇപ്രാവശ്യത്തെ. നല്ല സുന്ദരമായ ചക്കയാണ്. നല്ല മധുരക്കുണ്ട്, നല്ല മധുരമുണ്ട് കേട്ടോ. മധുരമുള്ള പഴുത്ത ചക്കയും കഞ്ഞിയാണ് ഇന്ന് കുടിക്കാൻ വേണ്ടി പോകുന്നത്. ഇതേപോലത്തെ ചക്ക കിട്ടിയിട്ടില്ല. അത് തന്നെ ഇപ്പോൾ ചള്ളി ചക്ക തിന്നിട്ട് ഇതൊരു മൂത്ത ചക്ക തിന്നാൻ പോകുന്നു. എനിക്ക് പറ്റൂലേ ചക്ക? ഇവിടെ നിന്ന് ചക്കയും കഞ്ഞിയും പറ്റൂല. എന്നാ പറ്റൂ. പഴുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല കച്ചയുണ്ട്, നല്ല മൂത്തിന് വെച്ചാലും നല്ല സൂപ്പർ ചക്ക. വെറുതെ തിന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. മധുരം വന്നില്ലേ? അപ്പൊ ഇനി നമുക്ക് ചക്കയും കഞ്ഞിയാക്കിയാണ്. വൈകുന്നേരത്തേക്ക് ദിവസം പഴുത്തു. ചക്ക തീരുന്നവരെ ചക്കയും കഞ്ഞിയും തന്നെ. ചക്കയും കഞ്ഞിയും ചമ്മന്തി. മോനെ വെള്ളത്തിൽ കളിക്കല്ല, ഇങ്ങ് വാ, ഇങ്ങോട്ട് വാ. ഇതാ വെള്ളമെല്ലാം വറ്റിപ്പോന്ന് കേട്ടാ. നമുക്കെല്ലാം വെള്ളം വറ്റാൻ വേണ്ടി തുടങ്ങി. ഒരു പടയത്തേ ഉള്ളൂ. ചീരയെല്ലാം നട്ടിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പോ എങ്ങനെയാ വെള്ളം നനക്കുമെന്ന് പറയാൻ പറ്റൂല. ചീര കാണിച്ചത്, ചീര അടിപൊളിയായിട്ട് വലുതായിട്ടുണ്ട്. ചീര കാണിച്ചത് കേട്ടാ. എന്താ ഒരുപാട് ചീര ഉണ്ടായിട്ടുണ്ട്. പേടിച്ചു പോയല്ല. എന്താ ചീരത്തോട്ടം കണ്ട നമ്മളെ. ഇത് പയറ്. ഇതിനൊക്കെ വെള്ളം കൊടുക്കലെങ്കിലാണ് ഇനി ബുദ്ധിമുട്ട്. ഉള്ള വെള്ളം നമുക്ക് കൊടുക്കാം, അത്ര തന്നെ. നന്നായിട്ടായിട്ടുണ്ട്. ചീരനെ നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി നട്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ അമ്മയും ഏട്ടനും കൂടെ നട്ടതാണ്. ഒരുപാട് ചീര അവിടുന്ന് മാറ്റാനുണ്ട് അത്ര. ഇനി കൂട്ടായിട്ട് ഇനി വളരും. ഇപ്പോൾ ഇവിടെ കുറേ ഇങ്ങോട്ടേക്ക് മാറ്റി നട്ടിട്ടുണ്ട്. രാവിലെ നട്ടോ, ഇനിയുണ്ട് നടാൻ വേണ്ടിയിട്ട്. കുമ്പളങ്ങയും കൂടെ ഉണ്ടായിട്ടുണ്ട്. കുമ്പളങ്ങ എന്നല്ല പറയാ, നരയും കുമ്പളങ്ങ അല്ലേ. ഞാൻ ഇത്ര ദിവസമായിട്ട് ഇവിടെ വന്ന് നോക്കിയിട്ട് ഈ സാധനം കണ്ടിട്ടില്ല കേട്ടോ. അമ്മയും ഏട്ടനും പറഞ്ഞു ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. ഉണ്ടോ? അടിപൊളി. ഇത് മരുന്നാണ് സാധനം. നമ്മൾ നട്ടതല്ല കേട്ടാ. ഇവിടെ തന്നെ അതിന്റെ വിത്ത് വീണ് ഉണ്ടായതാണ്. ഇത് മരുന്നല്ല സാധനം. നമുക്ക് ഒരു കൈതച്ചക്ക ജ്യൂസ് അടിക്കാം അല്ലേ? ഞാൻ അടിച്ചിട്ട് വരാം കേട്ടാ. വാവക്ക് ജ്യൂസ് തരട്ടെ, കുടിക്കുവാ? കൈതച്ചക്ക ജ്യൂസ്. പൈനാപ്പിൾ പെന്നെ ചോക്ലേറ്റ് പീസ് പ്രേമിച്ചു വളയ്ക്കാതെ. അതിന് നല്ല മൂർച്ച ഉണ്ടായിരുന്ന കത്തിയാന്നല്ലേ, ഇതെല്ലാം പോയി. ജ്യൂസ് കുടിക്കുന്ന ഗ്ലാസ്സാന്ന് കേട്ടോ. ഇങ്ങനത്തെ 5 ഉണ്ടായിരുന്നു, എല്ലാം പൊട്ടിപ്പോയി. ഇനിയിപ്പോൾ 1 2 ഉള്ളൂ. അങ്ങനെ ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കുടിച്ചു കേട്ടോ. അപ്പം മോൻ പറഞ്ഞു കുടിക്കുമെന്ന് പറഞ്ഞു, പക്ഷെ അവനെങ്ങനെയും കുടിക്കുന്നില്ല കേട്ടോ. അവനെ കുടിപ്പിക്കാനുള്ള ശ്രമത്തിലാന്ന് കേട്ടെ. അപ്പോൾ കുറേ നേരമായിട്ട് അവനും അച്ഛനും കൂടെ വഴക്കായിരുന്നു. ഈ മടൽ നമുക്കില്ലേ, നമ്മളെ പശുമ്പൊക്കെ കൊടുക്കാം കേട്ടോ. പശുമ്പൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വാരട്ടെ. നമ്മളൊരു കുഞ്ഞു ചെറിയൊരു കുട്ടിയുണ്ട് കേട്ടോ, പശുക്കുട്ടി. അതിന് കൊടുക്കാം. പാവല്ലേ, ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മുത്തുമണികളെ ഫുഡൊക്കെ റെഡിയായി. ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അതേപോലെ അച്ഛനാണെങ്കിൽ ഒരു കല്യാണ നിശ്ചയമുണ്ടായിട്ട് അച്ഛൻ പോയിട്ടുണ്ടായിരുന്നു. അച്ഛൻ ബിരിയാണിയൊക്കെ അടിച്ചിട്ട് വന്നു. അപ്പോൾ നമ്മൾ കഞ്ഞി, ചക്ക, ചമ്മന്തി, അച്ചാറ്, അപ്പോൾ 2 കഷ്ണം മീൻ പൊരിച്ചത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചൂട് കാലത്തുള്ള ഞങ്ങളെ ഫുഡ് എന്ന് പറയുന്നത്. ഒരു കുറച്ച് കാലം വരെ ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മുത്തുമണികളെ എല്ലാവർക്കും സുഖമായിരിക്കും എന്ന വിശ്വാസത്തോടെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം.